ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 24. അഗ്രണീ ഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർത്താ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ. അഗ്രണീ ഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർത്ത വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ്. ഈ ശ്ലോകത്തില് 10 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമമാണ് അഗ്രണീർ. ഇത് 218ാമത്തെ നാമമാണ്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് അഗ്രം പ്രകൃഷ്ടം നയതി മോക്ഷൂൻ ഇതി അഗ്രണീ. അഗ്രശബ്ദത്തിന് അർത്ഥം ശ്രേഷ്ഠം, ഉത്തമം, മുമ്പിൽ നയിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ പദത്തിലേക്ക് നയിക്കുന്നു. ആരെ? നയതി മോക്ഷൂൻ, മോക്ഷ ഇച്ഛുക്കളെ. അതുകൊണ്ട് ഭഗവാന് നാമം അഗ്രണീ. അപ്പൊ ഏറ്റവും ഉന്നതമായ പദത്തിലേക്ക് നയിക്കുന്നവൻ. ഗീതയില് പുരുഷോത്തമ യോഗത്തിലും പറയുന്നുണ്ട്, യത് ഗത്വാ ന നിവർത്തന്തെ തദ്ധാമപരമം മമ. ഏതൊരു പദത്തിൽ എത്തിയാൽ ആണോ അവൻ പിന്നീട് സംസാരത്തിലേക്ക് മടങ്ങി വരവില്ല. അതാണ് ഉന്നതമായ പദം. അപ്പൊ ധ്രുവനെയൊക്കെ നയിച്ച പദം ആ പദമാണ്. പദമെന്നാൽ സ്ഥാപിക്കപ്പെടേണ്ട സ്ഥലം എന്നർത്ഥം. അപ്പൊ ഏറ്റവും ശാശ്വതമായ പദം. അവിടെ എത്തിയാൽ പിന്നെ സംസാരത്തിലേക്ക് മടങ്ങി വരവില്ല. അപ്പം ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് മോക്ഷം. അപ്പൊ ഈ മോക്ഷം എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? അന്വേഷിക്കണം. എന്തന്വേഷിക്കണം? ജ്ഞാനം. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്? അത് അറിയുവാനുള്ള ഒരു ഇച്ഛ, ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഈ മോക്ഷം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ അത് നേടാനുള്ള ജിജ്ഞാസ ഉണ്ടാകും. അപ്പൊ മോക്ഷു ജിജ്ഞാസയായി മാറുമ്പോൾ എന്തു ചെയ്യും? ഭഗവാൻ ആ ആളിനെ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു. ആ ഗുരു ആ ആൾക്ക് ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ ഗുരുവും ശാസ്ത്രങ്ങളും ആ ആളിനെ ജ്ഞാനമുള്ളവനാക്കി തീർക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? ആ ആളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അവൻ്റെ ആ സ്വരൂപമായിരിക്കുന്ന ആത്മാവിലേക്ക് അവനെ നയിക്കുന്നു. അതാണ് തത്വമസി എന്ന മഹാവാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ താൻ നിത്യമുക്തനാണെന്നുള്ള അറിവാണ് മോക്ഷന് വേണ്ടത്. അല്ലാതെ കർമ്മങ്ങളെ കൊണ്ടൊന്നും മോക്ഷം കിട്ടുകയില്ല. അതിലേക്ക് നയിക്കുന്ന ഗുരുവായിരിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതിലേക്ക് നയിക്കുന്ന ശാസ്ത്രങ്ങളും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ മോക്ഷുവിനെ ജിജ്ഞാസുവാക്കി മോക്ഷത്തിലേക്ക് നയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം അഗ്രണീ. ഇനി അടുത്തത് ഗ്രാമണീഹി. ഗ്രാമം എന്നാൽ സമൂഹം എന്നർത്ഥം. ഇവിടെ അർത്ഥം പറയുന്നത് ഭൂതഗ്രാമസ്യ നേതൃത്വാത് ഗ്രാമണീഹി. ഭഗവാൻ ഭൂതഗ്രാമങ്ങളുടെ കൂട്ടമാണ്. ഇവിടെ ഭൂതങ്ങളെ 2 രീതിയിൽ പറയാം. ഒന്ന് പഞ്ചഭൂതങ്ങൾ,
ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഈ ഭൂതസമൂഹങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഭഗവാനാണ്. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തുന്നതും ഭഗവാൻ തന്നെ. അപ്പൊ ഭൂതഗ്രാമസ്യ നേതൃത്വാത് ഇതി ഗ്രാമണി. ഇനി മറ്റൊരർത്ഥം പറയുന്നത്, ഈ ഭൂതത്തിൽ ഉണ്ടായിരിക്കുന്ന സർവചരാചരങ്ങളും ഭവിച്ചതാണ്. അതുകൊണ്ട് അതിനെയെല്ലാം ഭൂതങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ജഗത്തിന്റെ നാഥൻ, ഈ ജഗത്തിനെ നിയന്ത്രിക്കുന്നവൻ, അതുകൊണ്ട് ഭഗവാന് നാമം ഭൂതഗ്രാമസ്യ നേതൃത്വാത് ഗ്രാമിണി എന്ന് നാമം. ഇനി അടുത്തത് ശ്രീമാൻ. ഈ നാമം 22ാമത്തെ നാമമായിട്ട് വന്നു, പിന്നെ 178ാമത്തെ നാമമായിട്ട് വന്നു, ഇപ്പോൾ 220ാമത്തെ നാമം. ഇനിയും ഇത് വീണ്ടും വരുന്നുണ്ട് 613ാമത്തെ നാമമായിട്ട്. ഇവിടെ ശ്രീമാൻ അർത്ഥം പറയുന്നത് എന്താണ്? ശ്രീ എന്ന് വെച്ചാൽ കാന്തി എന്നർത്ഥം. ഇവിടെ എങ്ങനെയുള്ള കാന്തിയാണ്? സർവ അതിശയതാ കാന്തി അസ്യ ഇതി ശ്രീമാൻ. എല്ലാവരെയും അതിശയിപ്പിക്കുന്ന കാന്തി, ലോകത്തിലെ എല്ലാവരിലും വെച്ച് ആകർഷണീയത ഉള്ളതാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് നാമം ശ്രീമാൻ. നമ്മൾ കേട്ടിട്ടില്ലേ, സത്യം ശിവം സുന്ദരം. ഈ ലോകത്തെ സുന്ദരമാക്കുന്നതും ഭഗവാന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഭഗവാന് നാമം ശ്രീമാൻ. ഇനി അടുത്തത് ന്യായഃ. ഇത് 221ാമത്തെ നാമമാണ്. തർക്കം, യുക്തി, ഇതെല്ലാം ഒരു ദർശനമാണ്. ഇതിനെ ഷഡ്ദർശം എന്ന് പറയും. അതായത് സാങ്ക്യം, യോഗം, ന്യായം, വൈദേശികം, പൂർവമീമാംസ, ഉത്തരമീമാംസ. അതിലെ ഒരു ദർശനമാണ് ന്യായം. അപ്പൊ ന്യായം എന്നാൽ യുക്തി. യുക്തി കൊണ്ട് കാര്യങ്ങളെ സമർത്ഥിക്കുകയാണ് ന്യായശാസ്ത്രം ചെയ്യുന്നത്. ഭഗവാൻ അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും യുക്തിസഹിതം എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ന്യായശക്തിയാണ്. ഇവിടെ പറയുന്നു, പ്രമാണ അനുഗ്രാഹോ ഭേദകാരഃ തർക്കഃ ന്യായഃ. വേദം പ്രമാണമാണ്. അപ്പൊ വേദങ്ങളെ വേണ്ട രീതിയിൽ അനുഗ്രാഹ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ പ്രമാണത്തിനനുസരിച്ചുള്ള യുക്തി കൊണ്ട് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് തർക്കശാസ്ത്രം. അതുതന്നെയാണ് ന്യായഃ. അപ്പൊ ഭഗവാൻ തന്നെയാണ് യുക്തി രൂപത്തില് നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന് സാരം. അതുകൊണ്ട് ഭഗവാന് നാമം ന്യായഃ. ഇനി അടുത്തത് നേത. ഇവിടെ അർത്ഥം പറയുന്നത് ജഗത് യന്ത്ര നിർവാഹ നേത. നയിക്കുന്നവനെയാണ് നേത എന്ന് പറയുന്നത്. ഭഗവാൻ എന്തിനെയാണ് നയിക്കുന്നത്? ഒരു ചെറിയ കൂട്ടത്തെ അല്ല ഭഗവാൻ നയിക്കുന്നത്, ഈ ലോകത്തിന്റെ മുഴുവനും നേതാവാണ് ഭഗവാൻ. ജഗത് യന്ത്ര നിർവാഹ. ഈ ലോകമാകുന്ന ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് സൂര്യൻ കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, നക്ഷത്രങ്ങൾ അതിൻ്റെതായ സഞ്ചാരപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരണു മുതൽ ബ്രഹ്മാണ്ടം വരെയും നയിക്കപ്പെടുന്നു ഭഗവാന്റെ നേതൃത്വം. അതാണ് ഭഗവാന് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകൻ എന്ന് പേര് വന്നത്. അപ്പൊ ഈ ലോകങ്ങളെ മുഴുവൻ നയിക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാന് നാമം നേതാ. ഇനി അടുത്തത് സമീരണഃ. സമീരണൻ വായുവിന്റെ പര്യായ ശബ്ദമാണ്. ശ്വസനരൂപേണ ഭൂതാനി ചേഷ്ട ഇതി സമീരണഃ. ശ്വസനരൂപേണ, ഈ ശ്വാസരൂപത്തിൽ ഭൂതങ്ങളെ ചേഷ്ടിപ്പിക്കുന്നവൻ സമീരണൻ.
സമീരണൻ എന്ന വാക്കിൻ്റെ അർത്ഥം സമ്യക് ഈരയതി. ഈരണം ചെയ്യാന്ന് വെച്ചാൽ ചലിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പൊ സമ്യക്കായിട്ട് നന്നായി ചലിപ്പിക്കുന്നവനാണ് സമീരണൻ. അപ്പം നമ്മുടെ പ്രാണന്റെ ശബ്ദത്തിന് ഇത് തന്നെയാണ് അർത്ഥം. പ്രകർഷേണ അന്യതേതി പ്രാണഹ. എല്ലാത്തിനെയും ചലിപ്പിക്കുന്നവനാണ് പ്രാണൻ. നമ്മുടെ ശരീരത്തിലും ആ ശ്വസന രൂപത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നു. നമ്മുടെ ശരീരം ചലിക്കുന്നുണ്ടെങ്കിൽ ആ ആള് ജീവനോടെ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ഈ ജഗത്തിന്റെ സർവ വസ്തുക്കളിലും പ്രാണരൂപത്തിൽ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. തൈത്തിരീയോപനിഷത്തിലെ ശാന്തി മന്ത്രത്തിൽ പറയുന്നുണ്ട്, നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി. അല്ലയോ വായു, അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് തന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം. ഈശ്വരനെ നമുക്ക് കാണാൻ കിട്ടില്ല. ഈശ്വരനെ നമുക്ക് കാണാൻ കിട്ടുന്നത് പിന്നെ എന്തിൽ കൂടിയാണ്? ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസത്തിലൂടെയാണ്. സൂര്യനിലൂടെയും ചന്ദ്രനിലൂടെയും വായുവിലൂടെയും അഗ്നിയിലൂടെയും ജലത്തിലൂടെയും ഒക്കെ ഈശ്വരന്റെ നിർമ്മിതി കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് വായുവിനെ നോക്കി ബ്രഹ്മം പറയുന്നു, നീ പ്രത്യക്ഷ ബ്രഹ്മമാണ്. അപ്പൊ പ്രത്യക്ഷ ഈശ്വരൻ തന്നെയാണ് വായു എന്ന് സാരം. ഇനി അടുത്തത് സഹസ്രമൂർത്ത. സഹസ്രാണി മൂർത്താനഹ അസ്യ ഇതി സഹസ്രമൂർത്ത. ആയിരക്കണക്കിന് ശിരസ്സുകൾ ഉള്ളവൻ, അളവില്ലാത്ത തലകൾ ഉള്ളവൻ എന്നർത്ഥം. ഈ ലോകത്തിലുള്ളവരുടെ ശിരസ്സുകളിലെല്ലാം ആരാണ് പ്രവർത്തിക്കുന്നത്? ഈ വിരാട് പുരുഷനായ വിഷ്ണുവാണ് പ്രവർത്തിക്കുന്നത്. പുരുഷസൂക്തം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഓം സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശങ്കുലം. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ വിശ്വരൂപമായ ഈശ്വരൻ വിഷ്ണു സഹസ്രശീർഷാവാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ശിരസ്സുകളും ആരുടെയാണ്? വിഷ്ണുവിൻ്റെയാണ്. അപ്പൊ നമ്മളിൽ ഓരോരുത്തരുടെയും പ്രവർത്തിക്കുന്ന ശിരസ് ഭഗവാന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഭഗവാന് നാമം സഹസ്രമൂർത്ത. ഇനി അടുത്തത് വിശ്വാത്മാ. ഇവിടെ അർത്ഥം പറയുന്നു, വിശ്വസ്യ ആത്മ വിശ്വാത്മാ. ഈ ലോകത്തിന്റെ മുഴുവൻ ആത്മാവായിരിക്കുന്നവൻ വിശ്വാത്മാ. വിശ്വം എന്നാല് വിവിധ നാമരൂപങ്ങളെ കൊണ്ടറിയപ്പെടുന്നവൻ വിശ്വം. അപ്പൊ ഇതിൻ്റെ എല്ലാം സത്യം ആ വിശ്വാത്മാവായ ഭഗവാനാണ്. ഈ ലോകത്തിന് അസ്തിത്വവും പ്രകാശവും കൊടുക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഉദാഹരണത്തിന്, എങ്ങനെയാണോ മൺപാത്രങ്ങളിലൂടെ ആത്മാവായിട്ട് മണ്ണ് കുടികൊള്ളുന്നത്, അതുപോലെ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. ഇനി മറ്റൊരർത്ഥം പറഞ്ഞാൽ ഈ വിശ്വം തന്നെ ആത്മാവായിട്ടിരിക്കുന്നു. അപ്പോൾ വിശ്വം ശരീരമായിരിക്കുന്നവൻ വിശ്വാത്മാ. ഇവിടെ വിരാട് പുരുഷൻ എന്നർത്ഥം വ്യക്തമായിട്ട് പറയുകയാണ്. വിരാട് പുരുഷന്റെ ശരീരമാണ് ഈ വിശ്വം. സകലതും ഈശ്വരന്റെ ശരീരത്തിലെ അവയവങ്ങളാണെന്ന് സാരം. അതുകൊണ്ട് ഭഗവാന് നാമം വിശ്വാത്മാ. ഇനി അടുത്തത് സഹസ്രാക്ഷക. ഇവിടെ അർത്ഥം പറയുന്നത് സഹസ്രാണി അക്ഷീണി യസ്യ ഇതി സഹസ്രാക്ഷക. അക്ഷി എന്ന് വെച്ചാൽ കണ്ണ് എന്നാണ് അർത്ഥം. എന്നാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും അക്ഷി എന്ന് പറയും.
എല്ലാ ജീവജാലങ്ങൾക്കും അക്ഷങ്ങളുണ്ട്, ചിലത് ഒഴിച്ച്. വവ്വാലിന് കണ്ണില്ല. വവ്വാൽ എങ്ങനെയാണ് അതിൻ്റെ ചെവിയിലൂടെ ശബ്ദം കേട്ടുകൊണ്ട് ആ പദത്തിൻ്റെ പ്രതിധ്വനിയെ മനസ്സിലാക്കിക്കൊണ്ടാണ് വവ്വാല് സഞ്ചരിക്കുന്നത്. അതുപോലെ പാമ്പിന് ചെവിയില്ല. അതെങ്ങനെയാണ്? അത് അതിൻ്റെ കണ്ണിലൂടെ കാണുന്നു, അതിൻ്റെ ത്വക്കിലൂടെ അത് ശബ്ദം അറിയുന്നു. ഇങ്ങനെ പല ജന്തുക്കൾക്കും പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും അതിൻ്റെതായ കഴിവ് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രിയങ്ങളെ അറിയുവാനുള്ള സാമർഥ്യം അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ സഹസ്രാക്ഷക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കണ്ണുള്ളവൻ എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാന് സഹസ്രാക്ഷക. ഇനി അടുത്തത് സഹസ്രപാദ്. ഇവിടെ അർത്ഥം പറയുന്നത് സഹസ്രാണി പാദാഹ അസ്യ ഇതി സഹസ്രപാദ്. ആയിരക്കണക്കിന് പാദങ്ങൾ ഈശ്വരനുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും പാദം ഭഗവാന്റെ തന്നെയാണ്. അപ്പൊ ഇത് ഈ 3 വാക്കുകളും പുരുഷ സൂക്തത്തിലെ പദങ്ങളാണ്. സഹസ്രശീർഷ പുരുഷക സഹസ്രാക്ഷ സഹസ്രപാദ്. അത് ഇവിടെ വിഷ്ണു സഹസ്രനാമത്തിൽ ചേർത്തു വെച്ചിരിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ വിഷ്ണു സഹസ്രനാമസ്തോത്രം ശ്ലോകം 25. ആവർത്തനോ നിവൃത്താത്മാ സംവ്രത സംഭ്രമർദ്ധന അഹഃ സംവർദ്ധകോ വന്നിരനിലോ ധരണീധര. ആവർത്തനോ നിവൃത്താത്മാ സംവ്രത സംഭ്രമർദ്ധന അഹഃ സംവർദ്ധകോ വന്നിരനിലോ ധരണീധര. ഈ ശ്ലോകത്തില് 9 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തേത് ആവർത്തനഃ. ഇത് 228ാമത്തെ നാമമാണ്. ഇതിനർത്ഥം പറയുന്നത് സംസാരചക്രം ആവർത്തത ഇതും ശീലം അസ്യ ഇതി ആവർത്തനഃ. ഈ സംസാരചക്രത്തെ ആവർത്തിപ്പിക്കുന്ന ശീലം അത് ഭഗവാൻ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ ആവർത്തനൻ എന്ന് വിളിക്കുന്നു. ഇപ്പൊ എന്താണ് സംസാരചക്രം? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, പിന്നീട് അത് നശിക്കുന്നു. അപ്പൊ ഇതില് ആദിയും അന്തവുമില്ല, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ചക്രം ആരുടെ പ്രേരണ കൊണ്ടാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ നാമമാണ് ആവർത്തനം. അപ്പൊ അതുകൊണ്ട് ഭഗവാന് നാമം ആവർത്തനഃ. അടുത്തത് നിവൃത്താത്മ. ഈ നാമം വീണ്ടും ആവർത്തനം വരുന്നുണ്ട്. 597ാമത്തെ നാമമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു. സംസാരബന്ധനാർ നിവൃത്തഃ ആത്മസ്വരൂപം അസ്യ ഇതി നിവൃത്താത്മ. സംസാരബന്ധനാത് നിവൃത്തഃ ആത്മസ്വരൂപം അസ്യ ഇതി നിവൃത്താത്മ. ഭഗവാൻ ഈ പ്രപഞ്ചത്തെ കറക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാനാണെങ്കിലും ഭഗവാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇതിനെ ഇങ്ങനെ കറങ്ങാൻ വിട്ടിട്ട് ഭഗവാൻ അപ്പുറത്ത് മാറി നിൽക്കുന്നു. ഭഗവാൻ ഈ സംസാരത്താൽ ബാധിക്കപ്പെടുന്നില്ല എന്നർത്ഥം. നിത്യനിവൃത്തനാണെന്ന് സാരം. അപ്പൊ ഈ ലോകത്തിലുള്ള ജീവന്മാർക്കാണ് ഈ സംസാരം. ഭഗവാൻ ഈ സംസാരം ബാധകമല്ല. അപ്പൊ സംസാരികളുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭഗവാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നും. പക്ഷെ ഭഗവാൻ കറങ്ങാതെ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സാരം.
അതുകൊണ്ട് ഭഗവാന് നാമം നിവർത്താത്മാന്ന് നാമം. അടുത്തത് സംവ്രതഃ. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു, ആച്ഛാദിക അവിദ്യയഃ സംവ്രതത്വാത് സംവ്രതഃ. ഈ ഭഗവാൻ തന്നെ ഒരേ സമയം നിവൃത്താത്മാവായ ഈശ്വരനായും അതേസമയം ഭഗവാൻ തന്നെ ജീവനായും ഭവിക്കുന്നു. അപ്പോൾ ഓരോ ശരീരങ്ങളിലും ജീവചൈതന്യമായി കുടികൊള്ളുന്നത് ഇതേ ഈശ്വര ചൈതന്യം തന്നെ. പക്ഷേ ശരീരങ്ങളിലേക്ക് വന്ന് ഈ ജീവചൈതന്യം അതിനെ ആ ജീവചൈതന്യം എന്ന ഭാവത്തെ പ്രാപിക്കുമ്പോൾ ഈ അവിദ്യ കൊണ്ട് സ്വയം ആവരണം ചെയ്യപ്പെട്ടവനായി ഭവിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ആച്ഛാദിക അവിദ്യയഃ സംവൃതത്വാത് സംവൃതഃ. മറയ്ക്കുന്ന സ്വഭാവമുള്ള അത് ആവരണ സ്വഭാവമുള്ള അവിദ്യ കൊണ്ട് മറയ്ക്കപ്പെടുന്നത് കൊണ്ട് ഭഗവാൻ സംവ്രതൻ എന്ന് നാമം. യഥാർത്ഥത്തിൽ ഭഗവാൻ നിവൃത്താത്മകനാണ്, ഈശ്വരനാണ്. ഈ സംസാരത്താൽ ബാധിക്കപ്പെടുന്നില്ലെങ്കിലും അതേ ഭഗവാൻ തന്നെ ശരീരങ്ങളിൽ അഭിമാനിച്ച് ജീവനായി തീരുമ്പോൾ സംവൃതനായി. ആവരണ ശക്തിയാൽ ബാധിക്കപ്പെട്ടവനായിട്ട് ബാധിക്കുന്നു. എന്നുവെച്ചാൽ മായാശക്തി കൊണ്ട് സ്വയം മറഞ്ഞു പോകുന്നു. അപ്പോൾ ഭഗവാന്റെ മായ തന്നെയാണ് ഈ ജീവാത്മാവിന് സ്വരൂപം മറച്ച് ബന്ധിച്ച് ദുഃഖിയാക്കി മാറ്റുന്നത്. അതാണ് ഗീതയില് 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവീ ഹേഷ്യാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രവർത്യന്തേ മായാമേതാന്തരന്ത്യതേ എന്ന് പറയുന്നുണ്ട് അവിടെ. ദൈവീ ഹേഷ്യ ഗുണമയീ മമ മായാ ദുരിതയാ മാമേവ യേ പ്രവർത്യന്തേ. അപ്പൊ എൻ്റെ മായയെ അതിക്രമിക്കാൻ പ്രയാസമേറിയതാണ്. എന്നാൽ മാമേവ യേ പ്രവർത്യന്തേ, മാമേവ എന്നെ തന്നെ ആരാണോ പ്രവർത്യന്തേ ശരണം പ്രാപിക്കുന്നത്, മായാമേതാന്തരന്ത്യതേ അവര് ഈ മായയെ തരണം ചെയ്യുന്നു. തരന്തി എന്ന് വെച്ചാൽ തരണം ചെയ്യുക. അപ്പോൾ നിവൃത്താത്മാവായ ഈശ്വരനെ സംവൃതനായ ജീവൻ ശരണം പ്രാപിക്കുമ്പോൾ സ്വയം സംവൃതനായ ആ ജീവൻ നിവൃത്താത്മാവിൻ്റെ അനുഗ്രഹത്താൽ താനും ആ നിവൃത്താത്മാവാണെന്നുള്ള അറിവ് ലഭിച്ച് നിവൃത്തനായിത്തീരുന്നു. അപ്പോൾ സംവൃതഭാവം നീങ്ങുന്നു എന്ന് സാരം. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെ സംവൃതനായ ആ ജീവന് മുക്തനായിത്തീരുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം സംവൃതഃ. ഇനി അടുത്തത് സംപ്രമർദ്ധനഃ. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത്, സമ്യക് പ്രമർദ്ധയതി രുദ്ര കാലാത് ദാഭിഹി വിഭൂതിഭിഹി ഇതി സംപ്രമർദ്ധനഃ. സമ്യക് പ്രമർദ്ധയതി നന്നായി മർദ്ദിക്കുന്നു. എങ്ങനെ? രുദ്രകാലാത് ദാഭിഹി. രുദ്രൻ കാലൻ
യമൻ മുതലായിട്ടുള്ള ഭാവങ്ങളെ കൊണ്ട് ഇവിടെ മർദ്ദിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. രുദ്രൻ എന്ന് പറഞ്ഞാൽ സമഷ്ടി പ്രളയം നടത്തുന്ന ആളാണ്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന, ആ പ്രളയം ചെയ്യിക്കുന്ന ആ സംഹാര കർത്താവിനെയാണ് ഇവിടെ രുദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരായിട്ട് ജീവനെ കൊണ്ടുപോകുന്ന ആളാണ് യമൻ. ഇതിനെല്ലാം മുഖ്യ ഘടകമായിട്ട് നിൽക്കുന്നത് കാലം എന്ന ശക്തിയാണ്. അപ്പോൾ കാലത്തിന്റെ ദേവതയാണ് കാലൻ. ഓരോ വ്യക്തികളുടെയും അവരവരുടെ കാലം കഴിയുമ്പോൾ മരണത്തിന് വിധേയരായി ഭവിക്കുന്നു. രുദ്രനായിട്ട് മൊത്തത്തിൽ സംഹാരം ചെയ്യുന്നു. ഇതെല്ലാം ഭഗവാന്റെ സംഭ്രമർദ്ധനമാണ്. അതുകൊണ്ട് ഭഗവാന് നാമം സംഭ്രമർദ്ധനഃ. ഇനി അടുത്തത് അഹം സംവർത്തക. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് സമ്യക് അഹനാം പ്രവർത്തനാത് സൂര്യഃ അഹ സംവർത്തക. സമ്യക് അഹന, നന്നായി പകലുകളെ പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ സൂര്യൻ തന്നെയാണ് അഹ സംവർത്തക. സൂര്യനെ പ്രവർത്തിപ്പിക്കുന്ന സൂര്യനിലെ ദേവത അത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ആ സൂര്യനാണ് ഇവിടെ രാവും പകലും പ്രവർത്തിപ്പിച്ച് ദിനരാത്രങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ച് ദിവസങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ദിവസങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാന് നാമം അഹസംവർത്തക. അപ്പൊ കാലത്തെ നയിക്കുന്ന അത് സൂര്യനും അതും ഭഗവാൻ തന്നെ എന്ന് സാരം. ഇനി അടുത്തത് വന്യഹി. ഇവിടെ അർത്ഥം പറയുന്നത് വഹനാത് വന്യഹി. എന്തിനെയാണ് വന്നി വഹിക്കുന്നത്? യജ്ഞത്തെ. അപ്പൊ യജ്ഞങ്ങളില് സമർപ്പിക്കുന്ന ഹവിസ് ഓരോ ദേവതയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ അഗ്നിയിൽ ഹോമം ചെയ്യുന്നത്. അതായത് ഇദം ഇന്ദ്രായ സ്വാഹ, ഇദം വരുണായ സ്വാഹ, ഇങ്ങനെ ഓരോ ദേവതകളെ സങ്കല്പിച്ച് നമ്മൾ അഗ്നിയിലേക്ക് ആ ഹവിസ് സമർപ്പിച്ചാൽ ആ അഗ്നി എന്തു ചെയ്യുന്നു? അതിനെ വഹിച്ചുകൊണ്ട് അതാത് ദേവതകൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പൊ ഭൂമിയിൽ നമ്മൾ ഹോമിക്കുന്ന ദ്രവ്യങ്ങൾ ആ ദേവലോകത്തുള്ള ദേവന്മാർക്ക് അഗ്നി വഹിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം വന്യഹി. ഇനി അടുത്തത് അനിലഹ. ഇതും വീണ്ടും ആവർത്തനമായിട്ട് വരുന്ന നാമമാണ്. 812 വരും. ഇവിടെ അർത്ഥം പറയുന്നത് അനാദിത്വാദ് അനിലഹ, ആദി ഇല്ലാത്തവനായതുകൊണ്ട് അനിലൻ. പിന്നെ മറ്റൊരർത്ഥം പറയുന്നു അനാദാധ അനിലയോവ. അനിലഹ എന്ന് വെച്ചാൽ ഒരിടത്തും നിൽക്കാതെ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവൻ. അപ്പൊ വായു അനിലനാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്നവൻ. അനിലന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, സ്വീകരിക്കാത്തവൻ എന്നും അർത്ഥമുണ്ട്. അപ്പൊ എന്താണ് സ്വീകരിക്കാത്തവൻ? ഭഗവാൻ നമ്മുടെ പുണ്യപാപങ്ങളെ സ്വീകരിക്കാത്തവൻ എന്ന് അർത്ഥം. അപ്പൊ എല്ലാത്തിൽ നിന്നും ഭഗവാൻ അതീതനാണ്. അതുകൊണ്ട് ഭഗവാന് നാമം അനിലഹ. ഇനി അടുത്തത് ധരണീധരഹ. ഇവിടെ അർത്ഥം പറയുന്നത് ധരണീദത്തേ ഇതി ധരണീധരഹ. ഭൂമിയെ ധരിക്കുന്നവൻ ധരണീധരൻ. ആദിശേഷനായി ഭൂമിയെ തടഞ്ഞു നിർത്തുന്നവൻ, അല്ലെങ്കിൽ വരാഹമായി അവതരിച്ച് ഭൂമിയെ ഉയർത്തിക്കൊണ്ടു വരുന്നവൻ എന്നൊക്കെ ഭഗവാന് നാമം. അതുകൊണ്ട് ഭഗവാൻ ധരണീധരഹ.